കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇടയ്ക്കമ്മ ദിയേം കൂട്ടി ഇയാളുടെ വീട്ടിലോട്ട് വരണം. ഞാനും അവിടെ വരാം. ഒന്നിച്ചിരുന്ന് ഒരു നേരത്തെ ഭക്ഷണം അവിടെ നിന്ന് കഴിക്കാലോ. ഞാൻ പറയുന്നത് എല്ലാം ഒന്ന് കലങ്ങി തെളിയുന്നത് വരെ ഇങ്ങനെ റിസ്ക് എടുക്കണ്ടെന്നാ. ഈ മേടമാസത്തിൽ എന്റെ കല്യാണം നടത്തണമെന്നും പറഞ്ഞ് അമ്മ വാശി പിടിക്കുന്നുള്ള ടെൻഷൻ മാത്രമേ ഇപ്പോൾ എനിക്കുള്ളൂ. അല്ലാതെ മറ്റൊന്നിനും ഞാൻ ഭയക്കുന്നില്ല. അതുപോലെ തന്നെ ഈ പറഞ്ഞ സമയത്ത് കാർത്തിയുടെയും ചാരുവിന്റെയും കല്യാണം നടക്കും. അതിനി അമ്മ അവള് വേണ്ടെന്ന് വെക്കില്ല. അന്നത്തെ ദിവസം എങ്ങനെ തള്ളി നീക്കുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അവനെ അളിയനായി കഴിഞ്ഞാൽ പിന്നെ അവൻ എങ്ങോട്ട് വേണമെങ്കിലും വരാമല്ലോ, എന്റെ ഷോറൂമിലേക്കും വീട്ടിലേക്കും ഒക്കെ. അത് ശരിക്കും പറഞ്ഞ ഒരു തലവേദന തന്നെയാ. ഞങ്ങളോടൊക്കെയുള്ള ദേഷ്യം കൊണ്ടാ ആ കല്യാണം തന്നെ വേണമെന്ന് ജയലാലിന്റെ അമ്മയും ചാരുവൊക്കെ തറപ്പിച്ചു പറയുന്നേ. അതുകൊണ്ട് ആർക്കതിന് നഷ്ടം ഉണ്ടാവാൻ പോകുന്നെന്ന് കണ്ടറിയണം. ആ, മോനും മരുമോളും പിന്നെ വന്നില്ല അല്ലേ? ഇല്ല, അവൻ കെട്ടിടം എടുത്ത് ക്ലിനിക്ക് തുടങ്ങാൻ പോകുന്നു എന്നൊക്കെ അറിഞ്ഞായിരുന്നു. എല്ലാവരുടെയും ജീവിതം ഇങ്ങനെയൊക്കെ തന്നെ അമ്മേ. ഞാൻ എൻ്റെ അമ്മയും സഹോദരങ്ങളൊക്കെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ എന്നെ അവരറിയുന്നില്ല. അതുപോലെ തന്നെയാണ് അമ്മയുടെയും കാര്യം. അമ്മ അമ്മയുടെ പെൺമക്കളെക്കാൾ സ്നേഹം ദിലീപിന് കൊടുത്തു. പക്ഷെ അമ്മയുടെ മനസ്സെന്താണെന്ന് ദിലീപിന് പിടികിട്ടിയില്ല. അമ്മയായാലും അച്ഛനായാലും മക്കളായാലും അവരവരുടെ കടമ ചെയ്യണം ജയലാലേ. അത് ഞാൻ ചെയ്തു. പിന്നെ ഒരു മകന്റെ കടമ അവൻ മറന്നിട്ടുണ്ടെങ്കിൽ അതിലെനിക്ക് വേദനയൊന്നുമില്ല. അവൻ നന്നായി ജീവിക്കുന്നുവെന്ന് കേട്ടാൽ മാത്രം മതി. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാൽ മകന്റെ നഷ്ടം ഒരു നഷ്ടമായിട്ട് അമ്മയ്ക്ക് തോന്നില്ല. വിളിച്ചാൽ വിളിപ്പുറത്ത് തന്നെ ഉണ്ട് ഞങ്ങള്. പോയിട്ട് വരാമേ. ആ, നിന്റെ അമ്മായച്ചനൊരു കെട്ടിടമൊക്കെ എടുത്തു തന്നു. ഉടൻ തന്നെ അവിടെ ഒരു ക്ലിനിക്കും തുടങ്ങും. ആട്ടെ, ഈ വിവരം നിന്റെ അമ്മയെ അറിയിക്കുന്നില്ലേ? ഇല്ല, വെറുതെ വഴക്കുണ്ടാക്കാനായിട്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല അച്ഛാ. എടാ, നീ അവളെ വിളിച്ച് വരുത്ത്. എന്നിട്ട് നിന്റെ നേട്ടങ്ങളൊക്കെ അവളെ കാണിച്ചു കൊടുക്ക്. നയനയ്ക്ക് വേണ്ടിയിട്ടാ അവളുടെ അച്ഛൻ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെയാണ് അച്ഛനമ്മമാരൊക്കെ മക്കൾക്ക് വേണ്ടി ഇഷ്ടം പോലെ പണം ചെലവാക്കും എന്ന് കരുതി അതൊക്കെ കൊട്ടി കൊഴിച്ചാരും നടക്കാറൊന്നുമില്ല. ഈ കാര്യങ്ങളൊക്കെ നേരി കണ്ട് മനസ്സിലാക്കാനാ അവളോട് അങ്ങോട്ട് വരാൻ നീ വിളിക്കണമെന്ന് പറഞ്ഞത്. എടാ, അവള് വരട്ടെ ഉദ്ഘാടനത്തിന്. വേണ്ട അച്ഛാ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒന്നും രണ്ടും പറഞ്ഞ് വീണ്ടും തല്ലുകൂടേണ്ടി വരും. ഒരിക്കൽ തല്ലിയന്റെ അനുഭവം അവര് മറന്നു കാണില്ല. അന്നൊരു ഗുണ്ട വിചാരിച്ചില്ലായിരുന്നെങ്കിൽ അവരിപ്പോ ജയിലിൽ കിടന്നേനെ. തല്ല് കിട്ടുന്നു പറഞ്ഞ് അങ്ങോട്ട് പോവാതിരിക്കണ്ട, അവിടെ പോണം. എന്നിട്ട് നമ്മള് താഴോട്ടല്ല മുകളിലോട്ടാണെന്ന് അവരെ അറിയിക്കണം. എന്നെ കണ്ടു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനായിട്ടിരിക്കാം എന്റെ അമ്മയും പെങ്ങന്മാരും ഒക്കെ. ഒറ്റയ്ക്ക് പോണ്ട, ഞാനും കൂടെ വരാം. കൊള്ളാം, നിന്നെ കണ്ടു കഴിഞ്ഞാലേ എല്ലാവരും പരിധി വിട്ടേ സംസാരിക്കൂ. എന്ത് സംസാരിക്കുന്നാടാ? ഒരു ചുക്കം സംഭവിക്കാൻ പോണില്ല. ഏത് നേരവും മകനെ പഠിപ്പിച്ചു വളർത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഈ എച്ചക്കണക്കം പറഞ്ഞുകൊണ്ടിരിക്കണം നിന്റെ അമ്മേ. അറിയണം നയനയ്ക്ക് വേണ്ടി അവളുടെ അച്ഛൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. മക്കളെ വളർത്തുന്നതും പഠിപ്പിക്കുന്നതും ഒക്കെ ഏതാണ്ട് പുണ്യപ്രവൃത്തിയാണെന്ന് അവരുടെ വിചാരം. അതെ, ഞാൻ എന്റെ അച്ഛനോട് ഒരു ആവശ്യം പറഞ്ഞ ക്ഷണ നേരം കൊണ്ട് അച്ഛൻ അത് സാധിച്ചു തരാറുണ്ട്. എന്റെ അച്ഛൻ അതത്ര വലിയ ആനക്കാരിയൊന്നും അല്ല. മോള് പറഞ്ഞതാണ് സത്യം. എടാ ദിലീപ്, നിന്റെ അമ്മ നിന്നെ പഠിപ്പിച്ചു എന്ന് പറയുന്നുണ്ട്. നിന്റെ ബുദ്ധിയും കഴിവുകൊണ്ടാണ് നീ ഡോക്ടറായിട്ട് മാറിയത്. അല്ലാതെ
പൈസ കൊടുത്തിട്ടല്ലല്ലോ അവൾ MBBS നിനക്ക് വാങ്ങിച്ചു തന്നത്. നീ നല്ല അന്തസ്സായി പഠിച്ച് എക്സാം എഴുതി പാസ്സായിട്ടല്ലേ? അത് എടാ, മക്കള് ഡോക്ടറാകുമെന്ന് അറിഞ്ഞാ ഇനിയിപ്പോ കടം വാങ്ങിയിട്ടാണെങ്കിലും വീട് വിറ്റിട്ടാണെങ്കിലും മാതാപിതാക്കൾ അത് തന്നെ ചെയ്യും. എന്തായാലും അച്ഛൻ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് അവിടെ വരെ ഒന്ന് പോണം. അവരെ ഭയന്ന് നടക്കുകയല്ല നമ്മളെന്ന് അവരെ ഒന്ന് അറിയിക്കണമല്ലോ. എന്നിട്ട് വേണം ആ ഗുണ്ട വീണ്ടും നമ്മുടെ പിന്നാലെ വരാൻ. നീ ഇപ്പൊ നിന്റെ അമ്മയെ കാണാൻ വീട്ടിൽ പോയെന്ന് കരുതിയിട്ട് ആ ഗുണ്ട നിന്റെ പിന്നാലെ ഒന്നും വരാൻ പോകുന്നില്ല. നീ നിന്റെ അമ്മയും പെങ്ങളെയും വേദനിപ്പിക്കാനാണോ പോകുന്നേ? അല്ലല്ലോ. നീ ഒരു പുതിയ സംരംഭം തുടങ്ങും, അത് അവരെ ഒന്ന് അറിയിക്കണം. അത്രയല്ലുള്ളൂ ഈ പോക്കിന് പിന്നെ. അച്ഛാ അത് ദിലീപേട്ട, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. നമ്മൾ ഇപ്പൊ തന്നെ അങ്ങോട്ട് പോകുന്നു. ശരി, അവിടെ ചെന്നിട്ട് പിന്നെ പോയത് അബദ്ധമായെന്ന് പറയരുത്. ഒരിക്കലും പറയില്ല. എന്നാ പോവാം. ചെല്ല്. ശരി അച്ഛാ. ശരി അച്ഛാ. ശരി മോളെ. വളർത്തിയതും പഠിപ്പിച്ചതും ഒക്കെ അവള്. ഇപ്പൊ സ്നേഹം മുഴുവനും എന്നോട്. എടി ഭാഗ്യലക്ഷ്മി, ഇത് നിനക്ക് ദൈവം തന്ന ശിക്ഷയാ. ആ, എന്നാ പിന്നെ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. എങ്ങോട്ടാ മാഡം? എങ്ങോട്ടാന്നോ? ഞാനൊന്ന് വന്നപ്പോ പറഞ്ഞില്ലേ സ്വർണം വാങ്ങാൻ ഇന്ന് പോകുന്നുണ്ടെന്ന്. നീയും കൂടി വരണോന്ന്. അയ്യോ, അത് ഞാൻ മറന്നുപോയി. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെടാത്തത്. ഒരു കാര്യം പറഞ്ഞാലുണ്ടല്ലോ, അതും അമ്മായിയമ്മയാകാൻ പോകുന്ന ഞാൻ പറഞ്ഞാൽ ഒരു കാരണവശാലും നീ മറക്കാൻ പാടില്ല. നിന്റെ അമ്മ നിനക്ക് മറവി രോഗത്തിന് വല്ല മരുന്നും തരുന്നുണ്ടോ? അല്ലെങ്കിൽ ഞാൻ അവളോട് പറയാം നിന്നെ കൊണ്ടുപോയി നെല്ലിക്കത്തളം വെക്കണോന്ന്. നെല്ലിക്കത്തളം വെക്കേണ്ടത് നിങ്ങളുടെ തലയ്ക്കാ. എന്റെ തലയ്ക്കാണോ നെല്ലിക്കത്തളം വെക്കേണ്ടത്? ആ, അങ്ങനെ ഞാൻ പറഞ്ഞില്ലല്ലോ മാഡം. എന്ന് നീ അങ്ങനെ മനസ്സിൽ പറഞ്ഞു. ദേ, ഒരു കാര്യം നീ മനസ്സിലാക്കിക്കോ. ഞാൻ മനഃശാസ്ത്രജ്ഞയൊന്നല്ല, എങ്കിലും മരുമക്കളുടെ മനഃശാസ്ത്രം എനിക്ക് മനപ്പാടവാ. ഞാൻ മനസ്സിൽ കാണാത്തതും കേൾക്കാത്തതുമായ കാര്യങ്ങളാ മാഡം പലപ്പോഴും പറയുന്നത്. അങ്ങനെ ആയാ കൊള്ളാം. എന്നാ പിന്നെ നീ പെട്ടെന്ന് വേഷം മാറി വാ. എനിക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാ ഒരു 5 മിനിറ്റ് കിടക്കണം. ഞാൻ ഒന്ന് കിടക്കട്ടെ. മാഡം. എന്താടി? മാഡം, ഞാൻ മുറി കാണിച്ചു തരാം. ഈ മുറി കിടക്കാം. എന്താ, ഈ മുറിക്ക് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതെന്റെ മുറിയാ. അപ്പൊ നിനക്ക് ഡ്രസ്സ് മാറണ്ടേ? അതുകൊണ്ടേ ഞാൻ നിന്റെ അമ്മയുടെ മുറി കിടന്നോളാം. അത് മാഡം. എന്താ? സ്വർണം എടുക്കാൻ ഞാനും കൂടെ വരണോ? ദേ, ഒരു കാര്യം ഞാൻ ഒരിക്കലേ പറയൂ, അത് നീ അനുസരിച്ചോണം. പിന്നെ ഇങ്ങോട്ട് ചോദ്യം ചെയ്യലൊന്നും വേണ്ട. നിനക്ക് എന്താ സ്വർണം എടുക്കാൻ എന്റെ കൂടെ വന്നാല്? അല്ല മാഡം, ഞാൻ ഈ സ്വർണ്ണമൊന്നും അധികം ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ ബോധമൊന്നുമില്ല. സ്വർണത്തിന്റെ വില കേട്ട് ഇപ്പൊ നിന്നെ പോലെയുള്ള പെൺപിള്ളേരെ ബോധം കെടുക. ആ നേരത്ത് സ്വർണം നോക്കാൻ വിളിക്കുമ്പോ ആ സമയത്ത് ആവേശത്തോടെയാ നീ വരേണ്ടത്. പിന്നെ നിന്നെ കൊണ്ടുപോകുന്നതേ ഞങ്ങൾ എടുക്കാൻ പോകുന്ന സ്വർണത്തിന് എന്ത് വില വരുമെന്ന് നിന്നെ കൂടി ബോധ്യപ്പെടുത്താനാ. എന്ന് വെച്ചാ നിന്റെ അമ്മയ്ക്ക് കാര്യമായിട്ടൊന്നും തരാനില്ലല്ലോ. അപ്പൊ പിന്നെ പെൺകുട്ടികൾക്ക് എത്രയൊക്കെയാണ് കൊടുക്കുന്നതെന്ന് നീ അറിയണം. പിന്നെ നീ വന്ന് പറയുമ്പോ നിന്റെ അമ്മയും അറിയണം. സമ്പത്ത് കുറവാണെന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മാഡം. ആ, പറഞ്ഞതാണ്. പിന്നെ ജയലാലിനും ചെറിയൊരു പോരായ്മ ഉണ്ടല്ലോ. 2ാം കെട്ട് എന്നൊരു പോരായ്മ. അതുകൊണ്ടാ നിനക്ക് നറുക്ക് വീണത്. അല്ലെങ്കിലേ ദേ 101 പവനില്ലാതെ ഒരുത്തി എന്റെ പടിക്കകത്തോട്ട് കയറത്തില്ല. ഇന്നത്തെ കാലത്ത് 101 പവനെന്ന് പറയുമ്പോ പണിക്കൂലിയൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു 10-55 ലക്ഷം രൂപയാവും. അറിയാം മാഡം. നിനക്കെല്ലാം അറിയാം, എന്നിട്ട് അറിയില്ലെന്ന് നടിച്ച് നടക്കുക. നീയും മറ്റവളെ പോലെ ഒരു കള്ളിയാണോന്ന് എനിക്കൊരു സംശയമുണ്ട്. ആ ദീപയെന്ന് പറയുന്നവളെ പോലെ. ഓഹോ, ഒരുത്തി അടുക്കളയിൽ കിടന്ന് പാത്രം കഴുകുകയാണെങ്കിലും അവള് കേൾക്കുന്നുണ്ട് ഇതൊക്കെ. എന്നിട്ട് മനഃപൂർവ്വം ഇങ്ങോട്ട് വരാതിരിക്കുക. അല്ല, സ്വർണത്തിന്റെ കാര്യമാണല്ലോ പറയുന്നത്. അത് തരാനില്ലാത്തതുകൊണ്ട് അടുക്കളയിൽ തന്നെ അങ്ങ് ഒതുങ്ങി നിൽക്കാന്ന് വിചാരിച്ചു കാണും. ആ ശരി, ഞാനൊന്ന് കിടക്കട്ടെ. നീ വേഷം മാറി വാ. അല്ല, നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഇല്ല. ആ, ഇനിയിപ്പോ വന്നിട്ട് കഴിച്ചാ മതി.
ആ പെൺകുട്ടികള് അമിതമായിട്ട് ആഹാരം കഴിക്കുന്നത് നല്ലതല്ല. പെട്ടെന്ന് റെഡിയാവും. ഇങ്ങനെയുണ്ട് ഒരു സാധനം. അല്ല, ഒന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഇല്ല മാഡം. ആ, പറയാതിരുന്ന് നിനക്ക് കൊള്ളാം. ദൈവമേ, ഇവൾ ഇങ്ങോട്ടാണോ വന്നത്? തൊലഞ്ഞു. ഇവക്ക് ആഹാരം കഴിച്ചിട്ടങ്ങ് പോയാ പോരായിരുന്നു. ഇവിടെ വന്ന് കിടക്കണോ? ഇവളെ എന്നെയും കൊണ്ടേ പോകത്തുള്ളെന്നാ തോന്നുന്നത്. ഇപ്പൊ അങ്ങോട്ട് എന്ന് ഇവിടെ തലമണ്ട അടിച്ചങ്ങ് പൊട്ടിക്കാ വേണ്ടത്. എന്നിട്ട് ഇവിടെ നിന്നും കൊണ്ടുപോയി കുഴിച്ചു മൂടണം. ഇനി ഞാനിവിടെ ഉണ്ടെന്നറിഞ്ഞിട്ട് എന്നെ പിടിക്കാനായിട്ട് വന്നതാണോ? ഇവിടെ മനസ്സിൽ എന്താണെന്ന് ദൈവത്തിന് പോലും അറിയത്തില്ല. മോളെ, എത്രയും പെട്ടെന്ന് മോള് വേഷം മാറിപ്പോ. അവരാ മുറി കയറി കിടക്കുക. ഗംഗേട്ടനെങ്ങാനും കണ്ടു കഴിഞ്ഞാ ഇന്നത്തോടെ എല്ലാം തീരും. ഇനിയിപ്പോ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞു ഇവരിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും. അതുകൊണ്ട് അച്ഛൻ തൽക്കാലം മാറി നിൽക്കുന്നതായിരിക്കും നല്ലത്. ഇവര് മാത്രമല്ലല്ലോ, ജേട്ടനും ദീപിച്ചും ഒക്കെ എപ്പോഴാ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുപോലെ തന്നെ ആ ചാരുവും. ഞാനാണെങ്കിൽ തീയിൽ ചവിട്ടിയാണ് നടക്കുന്നത്. അച്ഛന് നമുക്കൊപ്പം നിൽക്കാനുള്ള കൊതി കൊണ്ടല്ലേ അച്ഛൻ ഇവിടെ വന്ന് നിൽക്കുന്നേ. അതിൽ എനിക്കും സന്തോഷമാണ്. എന്നാ അതുകൊണ്ട് അതിലും വലിയ നഷ്ടം സംഭവിക്കുന്ന എനിക്ക് പേടിയുണ്ട്. അവരിനി കയറിക്കിടന്ന് ഉറങ്ങാനുള്ള പരിപാടിയായിരിക്കോ? ആഭരണം വാങ്ങാൻ മോളും കൂടി ചെല്ലാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഉറങ്ങത്തൊന്നുമില്ല. അച്ഛന് വെറുതെ അകത്ത് നിൽക്കാതെ പുറത്തിറങ്ങി നിൽക്കായിരുന്നു. അന്ന് ദീപയും രജനിയും പുറത്തിറങ്ങി നിന്നപ്പോ അവരും പുറത്തിറങ്ങിയെന്നല്ലേ മോള് പറഞ്ഞത്? അന്നവർ ആദ്യമായിട്ട് വന്നതുകൊണ്ട് വീടും പരിസരവും ഒക്കെ ഒന്ന് നോക്കിയതാ എന്ന് കരുതി ഇന്നും പിന്നാമ്പുറത്തേക്ക് ഇറങ്ങോ? അവരുടെ കാര്യമൊന്നും പറയാൻ പറ്റില്ലെന്നല്ലേ അച്ഛൻ പറയുന്നത്? അതിന്റെ ഇടയ്ക്ക് അവര് പറഞ്ഞത് കേട്ടില്ലേ, കറികൾക്കൊക്കെ അച്ഛനുണ്ടാക്കുന്ന കറികളുടെ അതേ ടേസ്റ്റ് ആണെന്ന്. കറിയുടെ മണം അടിച്ചപ്പോഴേ അവരത് പറഞ്ഞു. സംശയം തോന്നിക്കഴിഞ്ഞാ പിന്നെ സത്യം കണ്ടുപിടിക്കുന്നത് വരെ വട്ടവിട്ട് നടക്കുന്ന ഗംഗേട്ടൻ അവരെ കുറിച്ച് പറയാറുള്ളത്. അതുകൊണ്ട് മോളൊന്ന് ചെല്ല്. ശരി അമ്മ, ഈ പാത്രമൊക്കെ ഒന്ന് കഴുകി വെച്ചേക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം, മോള് ചെല്ല്. ആ അമ്മേ. എന്താ മോളെ? അല്ല, ഇന്ന് സ്വർണം എടുക്കാൻ പോകുമ്പോ ഇനി താലിമാലയും കൂടി എടുക്കുമായിരിക്കോ? ചെറുക്കൻ വീട്ടുകാരാണല്ലോ താലിമാല എടുക്കുന്നേ. എന്റെ കഴുത്തിലിടാനുള്ള താലിമാലയുടെ കാര്യം ഞാൻ ചോദിക്കുന്നേ. അതൊന്നും പറയാൻ പറ്റില്ല. എടുക്കുന്നെങ്കിൽ എടുക്കട്ടെ. കല്യാണം എന്തായാലും നടക്കില്ലല്ലോ. പിന്നെ സ്വർണ്ണമല്ലേ, അതെടുത്തു വെച്ചു എന്ന് കരുതി നഷ്ടം വരുവോ? ഇങ്ങനെയൊരു നാടകം കളിക്കാൻ തീരുമാനിച്ചപ്പോ ഇതൊക്കെ ഓർക്കണമായിരുന്നു. ഈ നാടകം നല്ലതാണെന്ന് അച്ഛന് പറഞ്ഞല്ലോ, പിന്നെ എന്നെ മാത്രം എന്തിനാ കുറ്റപ്പെടുത്തുന്നേ?
എന്റെ ഭഗവാനെ. എന്തിനാ വന്നത്? കുഴപ്പമില്ല, ഉറങ്ങുവാ. വാ. നീ ഒന്ന് പോ. അയ്യോ, വരാൻ. കൊച്ചെ, നീ അങ്ങോട്ടൊന്ന് പോ പ്ലീസ്. പോ. ആഹാരം കഴിച്ചിട്ട് കിടക്കുന്ന കണ്ടില്ലേ, പെരുമ്പാമ്പ് കിടക്കുന്ന പോലെ. എന്തിനടി ഉറക്കത്തി ശല്യപ്പെടുത്തിയത്? അല്ല, ജുവലറി പോണെന്ന് പറഞ്ഞതുകൊണ്ട്. അതെ, ഈ ഉറങ്ങിക്കഴിഞ്ഞ എഴുന്നേക്ക ഇത്തിരി പാടാ. ഈ കയ്യിലൊന്ന് പിടിക്കടി. നോക്കി നിൽക്കാതെ പിടിക്കടി. ഇവിടെ മരപ്പട്ടിയുടെ ശല്യമുണ്ടോ? അറിയില്ല, രാത്രി ഇടയ്ക്ക് പുറത്ത് ശബ്ദങ്ങളൊക്കെ കേൾക്കാറുണ്ട്. അതിന്റെ ഒരു മണമുണ്ട് ഇവിടെ. തട്ടുണ്ടോ ഇവിടെ? ആ, പിന്നാമ്പുറത്തെ ഒരു മുറിയില് തട്ടുണ്ട്. അപ്പൊ അതിനകത്തൊരു മരപ്പെട്ടി ഉണ്ടാവും. എന്റെ വീട്ടിലൊരു മരപ്പെട്ടി ഉണ്ടായിരുന്നു. അയാൾ ഇതിനെങ്ങാനും കണ്ടാലേ വാലി തൂക്കി എടുക്കാൻ മിടുക്കനാ. മരപ്പെട്ടി നിന്റെ അച്ഛൻ അങ്ങനെ 4-5 പിടിച്ചിട്ടുണ്ട്. അല്ല, അദ്ദേഹം ഒരു പട്ടാളക്കാരനായിരുന്നില്ലേ? പട്ടാളത്തിലായിരുന്നു എന്നുള്ള പേരേ ഉള്ളൂ. അവിടുത്തെ കുക്കായിരുന്നു. യുദ്ധം ചെയ്യാൻ പോകുന്ന പട്ടാളക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്ന ആള്. പിന്നെ പറയുമ്പോ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടെന്നൊക്കെ പറയും. അയ്യോ, ആ കഴുതേ തോക്ക് കണ്ട ഓടും. ഒരു ദിവസം നിന്നെ ഞാൻ ഷൂട്ട് ചെയ്യുവടി കാളി. മോളവിടെ റെഡിയായി നിൽക്കായിരിക്കും. അവക്കാണെങ്കിലേ സമയം താമസിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ദേഷ്യം വരും. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഒരുങ്ങി വന്നത്. അല്ല, നിനക്ക് ഈ ഡ്രസ്സ് ഇടാൻ കണ്ടുള്ളൂ? എടി, എന്റെ ഒരു ഗെറ്റപ്പും ആഡംബരവും ഒക്കെ വെച്ചിട്ട് കുറച്ചുകൂടി നന്നായിട്ട് ഒരുങ്ങിയൊക്കെ വരണ്ടേ? ഇനിയിപ്പോ ഒന്നുകൂടെ ഒരുങ്ങണോ? ഇനിയിപ്പോ വേണ്ട. എന്തായാലും 4 ആള് കാണുമ്പോ മരുമോളാകാൻ പോകുന്ന കൊച്ചാണെന്നൊന്നും ഞാനിപ്പോഴൊന്നും പറയത്തില്ല. ദേ, എന്റെയും ചാരുവിന്റെയും കൂടെ നീ ഇപ്പൊ നടന്നാല് വീട്ടിലെ വേലക്കാരിയാണെന്നേ തോന്നും. എന്തായാലും ജയലാലിന് നിന്നെ ഇഷ്ടപ്പെട്ടതേ നിന്റെ മഹാഭാഗ്യം തന്നെയാ. ദേ, ഇനിയിപ്പൊ അവന്റെ മുന്നിലേക്ക് പോകുമ്പോഴേ ഇത്തിരിയൊക്കെ വൃത്തിയോടെയും വെടിപ്പോടെയൊക്കെ പോണം. ദേ, ആൺകുട്ടികളുടെ ഇഷ്ടമൊക്കെ പോവാനേ ഒരു നിമിഷം മതി. കിട്ടിയത് ലോട്ടറിയാണെന്ന് കരുതി നീ മുറുകെ പിടിക്കുകയാണ് വേണ്ടത്. ഞാൻ ശ്രദ്ധിച്ചോളാം മാഡം. അല്ല, നിന്റെ അമ്മ എവിടെ? അമ്മ പറമ്പിലുണ്ട്. അവളിനി സ്ഥിരമായിട്ട് ഇവിടെ കാണുമോ? ഞാനിവിടെ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അവിടെയാണെങ്കിൽ അമ്മയും. അതുകൊണ്ട് കുറച്ചു ദിവസം അമ്മ ഇവിടെ കാണും. അവളെ ഇവിടെ നിർത്തിക്കോ. കല്യാണം കഴിയുന്നത് വരെ മതി. അല്ലാതെ വേറെ ജോലിക്കാരെയൊന്നും വെച്ചിട്ട് എന്റെ മോന്റെ പൈസ കളയണ്ട. പിന്നെ നിന്റെ അമ്മയ്ക്ക് അധികം പ്രായമൊന്നും ആയിട്ടില്ല. അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തുന്നത് അത്ര നല്ലതൊന്നുമല്ല. എന്നാ പിന്നെ നടന്നു. സ്വർണ്ണക്കടയിൽ പോയിട്ടേ ഞങ്ങളൊക്കെ എടുക്കുന്നത് കണ്ടിട്ട് കണ്ണ് മഞ്ഞളിച്ച് നിക്കാം. ഈ മുറി മുഴുവൻ ജയലാലും അവന്റെ അച്ഛനും പൂശുന്ന സ്പ്രേയുടെ മണം തന്നെയാ. കിടന്നപ്പോ മുതൽ എനിക്കത് ശരിക്കും കിട്ടുന്നുണ്ട്. അന്ന് ഞാൻ പറഞ്ഞില്ലേ മാഡം, ജയലാൽ സാർ ഒരു സ്പ്രേ തന്നെന്ന്. അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ ഓരോന്നായിട്ട് വാങ്ങിച്ചു കൂട്ടണ്ട. നടക്ക്. ഒരിടത്ത്
ലോകത്തും ജീവിക്കാൻ സമ്മതിക്കത്തില്ല. എങ്ങോട്ട് പോയാലും പോത്തിന്റെ പുറത്തെത്തിക്കൂടും. കാലന്റെ അവതാരമായിട്ട് നാശിനി. ഭഗവാനെ, സ്വർണ്ണക്കട കാണിക്കാൻ കൊണ്ടുപോകും ഇവിടെ. പുതിയ ഫാഷനിലുള്ള സ്വർണ്ണമൊക്കെ എങ്ങനെയുണ്ടെന്ന് ഇവളും അറിയട്ടെ. താലിമാല വാങ്ങണോ വേണ്ടയോന്നൊന്നും തീരുമാനിച്ചിട്ടില്ല. ചിലപ്പോ വാങ്ങിക്കും. ആ പിന്നെ നിന്റെ സങ്കല്പത്തില് നിന്റെ മോൾക്ക് വലിയ താലിമാല വേണമെന്നൊക്കെ കാണുമായിരിക്കും. കയ്യിലെന്തെങ്കിലുമൊക്കെ കൊടുക്കാനുണ്ടെങ്കിലേ അങ്ങനെയൊക്കെ സങ്കല്പിക്കാവൂ. ഞങ്ങൾക്കങ്ങനെ വലിയ സങ്കല്പമൊന്നുമില്ല എന്ന് പറഞ്ഞല്ലോ. ഞങ്ങളങ്ങനെ അധികം സ്വർണ്ണക്കടയിലൊന്നും കയറിയിട്ടുമില്ല. പെണ്ണായി പിറന്നവളുമാർക്കൊക്കെ സ്വർണ്ണക്കട കയറാൻ ആഗ്രഹം ഉണ്ടാവും. സ്വർണം മാറ്റി മാറ്റി ഇടാൻ ആഗ്രഹിക്കും. കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കടിക്കുന്ന പട്ടിയെ വാങ്ങരുതെന്നാണല്ലോ